Hi friends, Sumath Academyയുടെ പുതിയൊരു ഓൺലൈൻ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ റീസണിങ്ങിലെ ഒരു ടോപ്പിക്കാണ് ഡയറക്ഷൻ സെൻസ് അല്ലെങ്കിൽ ഡയറക്ഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. ദിശാവബോധം എന്ന് മലയാളത്തിൽ പറയുന്ന ഭാഗം. ഡയറക്ഷനുമായിട്ടും അതുപോലെ ഷാഡോ ആയിട്ടും ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ആ ഭാഗത്തിൽ നിന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഏറ്റവും ബേസിക് ആയിട്ട് ഡയറക്ഷൻ പറയുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് 4 ഡയറക്ഷൻസ് ആണ് ഉണ്ടാകുന്നത്. 4 മെയിൻ ഡയറക്ഷൻസ് എല്ലാവർക്കും അറിയുന്നതാണ്. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. അതല്ലാതെ കാർഡിനൽ ഡയറക്ഷൻസ് വേറെ 4 എണ്ണം ഉണ്ടാവും. ഇതിൻ്റെ ഇടയിലുള്ള സെക്കൻഡറി ആയിട്ടുള്ള ഡയറക്ഷൻസ്. നോർത്തിനും ഈസ്റ്റിനും ഇടയിൽ നോർത്ത് ഈസ്റ്റ് ഉണ്ട്, നോർത്തിനും വെസ്റ്റിനും ഇടയിൽ നോർത്ത് വെസ്റ്റ് ഉണ്ട്, സൗത്ത് ഈസ്റ്റ് ഉണ്ട്, സൗത്ത് വെസ്റ്റ് ഉണ്ട്. അപ്പോൾ ആദ്യം ഇതൊക്കെ എവിടെയാണെന്ന് ജസ്റ്റ് നമുക്ക് ഈ ചിത്രത്തിൽ കാണാം. നോർത്ത്, വെസ്റ്റ്, ഈസ്റ്റ്, സൗത്ത്. ഇതിൻ്റെ കറക്റ്റ് നടുവിലാണ് എന്ത് വരിക? മറ്റേ പറഞ്ഞ 4 ഡയറക്ഷൻസ് ഇതിൻ്റെ കറക്റ്റ് നടുവിലൂടെ ക്രോസ് ചെയ്ത് പോകുന്ന രീതിയിലായിരിക്കും വരുന്നത്. നോർത്തിൻ്റെ നടുവിലൂടെയാണ് നോർത്ത് ഈസ്റ്റ് വരുന്നത്, സൗത്തിൻ്റെ ഈസ്റ്റിൻ്റെ നടുവിലൂടെ സൗത്ത് ഈസ്റ്റ്, ഇതിൻ്റെ നടുവിലൂടെ നോർത്ത് വെസ്റ്റ്, ഇതിൻ്റെ നടുവിലൂടെ സൗത്ത് വെസ്റ്റ്. ഈ ഒരു രീതിയിലാണ് 8 ഡയറക്ഷൻസ് വരുന്നത്. ഈ ഓരോരോ ഡയറക്ഷൻസ് തമ്മിൽ എത്ര ഡിഗ്രിയാണ് ആംഗിൾ വരുന്നത് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഒരു മെയിൻ ഡയറക്ഷനിൽ നിന്ന് അതിപ്പോൾ നോർത്തിൽ നിന്ന് ഈസ്റ്റിലേക്ക് അല്ലെങ്കിൽ നോർത്തിൽ നിന്ന് വെസ്റ്റിലേക്ക് അതെന്താണ്? അത് 90 ഡിഗ്രിയാണ്. ആകെ ഈ മൊത്തം ഡയറക്ഷൻ്റെ ഉള്ളിൽ ഉണ്ടാവുക നമുക്കറിയാം 360 ആണ്. 360 ഡിഗ്രി ഉണ്ടാവും. അപ്പോൾ നോർത്ത് ടു ഈസ്റ്റ് എന്താണ്? ഒരു 90 ഡിഗ്രി ചേഞ്ച് ആണ്. അതുപോലെ ഈസ്റ്റ് ടു സൗത്ത് ഒരു 90 ഡിഗ്രിയാണ്, സൗത്ത് ടു വെസ്റ്റ് ഒരു 90 ഡിഗ്രിയാണ്. ഇതിൻ്റെ നടുവിലുള്ള ഈ ഒരു ഇടയിലുള്ള കാർഡിനൽ ഡയറക്ഷൻസ് എത്ര ഡിഗ്രി വീതമായിരിക്കും? 45 ഡിഗ്രി വീതമായിരിക്കും കാർഡിനൽ ഡയറക്ഷൻസ് ആയിട്ട് വരുന്ന ഡയറക്ഷൻസ്. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലെഫ്റ്റ് റൈറ്റ് ടേണുകൾ പറയാറുണ്ട്. ഇതിൽ പലർക്കും ചില കൺഫ്യൂഷൻസ് ഉണ്ടാവാറുണ്ട്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ റൈറ്റിലേക്ക് തിരിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു 90 ഡിഗ്രി ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ ക്ലോക്ക് വൈസ് എന്താണ്? നോർത്ത് ഈസ്റ്റ്, നോർത്തിൽ നിന്ന് ഈ റൈറ്റിലേക്ക് തിരിഞ്ഞാൽ ഈസ്റ്റിലേക്ക് പോകും, ഈസ്റ്റിൽ നിന്ന് സൗത്ത്, സൗത്തിൽ നിന്ന് വെസ്റ്റ്, ഇങ്ങനെയാണ് ക്ലോക്ക് വൈസ് ഉണ്ടാവുക. അതായത് ഇവിടെ ഒരു ക്ലോക്ക് വെച്ച് കഴിഞ്ഞാൽ ആ ക്ലോക്കിന്റെ സൂചികൾ എങ്ങോട്ടാണ് പോകുന്നത് അതാണ് ക്ലോക്ക് വൈസ്. നമ്മൾ എപ്പോഴും ഡയറക്ഷനിൽ ഡൗട്ട് വന്നു കഴിഞ്ഞാൽ ഓർത്തിരിക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോക്ക് വൈസ് ആയിരിക്കും. 90 ഡിഗ്രി ക്ലോക്ക് വൈസിലേക്ക് എന്ന് പറയാം. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുമ്പോൾ ക്ലോക്ക് വൈസ് 90 ഡിഗ്രി. ഇനി ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് എന്ന് എപ്പോൾ പറഞ്ഞാലും അതിനർത്ഥം എന്താണ്? ആൻറ്റി ക്ലോക്ക് വൈസ്. ക്ലോക്ക് എങ്ങോട്ടാണോ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ നേരെ തിരിഞ്ഞാണ് വരിക. അതാണ് ഇവിടെ വേർഡ്സ് ആയിട്ട് എഴുതിയിട്ടുള്ളത്. ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ നോർത്ത് വെസ്റ്റ്, വെസ്റ്റിൽ നിന്ന് സൗത്ത്, സൗത്തിൽ നിന്ന് ഈസ്റ്റ്, ഈസ്റ്റിൽ നിന്ന് നോർത്ത്. ആ ഒരു രീതിയിലാണ് എന്ത് പോവുക? ഈ സംഭവം പോകുന്നത്, ആൻറ്റി ക്ലോക്ക് വൈസ് പോകുന്നത്. ഇങ്ങനെ തിരിഞ്ഞിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ലെഫ്റ്റിന് എപ്പോഴും കണ്ടാൽ 90 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ് ആണെന്നുള്ള കാര്യം ഓർമ്മിക്കുക ടേൺ ചെയ്യുമ്പോൾ. ആ ഒരു കാര്യമാണ് ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പോൾ ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ആണ്, ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് ആണ്. അപ്പോൾ ക്ലോക്ക് വൈസ് മൂവിങ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നോർത്തിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞാൽ ഈസ്റ്റിലെത്തും, ഈസ്റ്റിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞാൽ സൗത്തിലെത്തും, സൗത്തിൽ നിന്ന് വെസ്റ്റ് തിരിഞ്ഞാൽ നോർത്തിലെത്തും. ആ ഒരു രീതിയിലായിരിക്കും എന്തുണ്ടാവുക? ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ 2-3 രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഒന്ന് ഫേസിങ് അല്ലെങ്കിൽ ഏത് ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യം. രണ്ടാമത് വരുന്ന ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത ഡയറക്ഷനിൽ നിന്ന് ഇപ്പോൾ ഏത് ഡയറക്ഷനിലേക്കാണെന്നാണ്. ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് നോക്കുമ്പോൾ ഇപ്പോൾ ഏത് ഡയറക്ഷൻ ആണെന്നുള്ള ചോദ്യം. പിന്നെ നമുക്ക് പൈതഗോറസ് തിയറം വെച്ചിട്ട് ഡിസ്റ്റൻസ് കണ്ടെത്താനുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഡയറക്ഷനും ഡിസ്റ്റൻസും കൂടെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ ഷാഡോയുടെ ക്വസ്റ്റ്യൻസും ഉണ്ട്. എല്ലാ മോഡലിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ചോദ്യം നോക്കാം. A man starts from a point and walks 2 kilometers towards north, turns towards his right, walks 2 kilometers, turns right again and walks. What is the direction now he is facing?
ഇപ്പോൾ ഏത് ഡയറക്ഷനിലേക്കാണ് ഫേസ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ ഒരാൾ എന്ത് ചെയ്തു, ഒരാൾ നോർത്തിലേക്ക് പോയി, ആദ്യം നോർത്തിലേക്കാണ് പോകുന്നത്. നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ആദ്യം ബേസിക് ഡയറക്ഷൻസ് സൈഡിൽ എവിടെയെങ്കിലും വരച്ചു വെക്കാം. 4 ഡയറക്ഷൻസ് അല്ലെങ്കിൽ ഓർമ്മയിൽ നിന്ന് എടുത്താലും മതി. 4 ഡയറക്ഷൻസിന്റെ കാര്യത്തിൽ സംശയമൊന്നും ഉണ്ടാവാൻ പാടില്ല. നോർത്ത് ഇവിടെയാണ്, സൗത്ത് ഇവിടെയാണ്, ഈസ്റ്റ് ഇവിടെയാണ്, വെസ്റ്റ് ഇവിടെയാണ്. ഒരാൾ നോർത്തിലേക്ക് പോയി, പിന്നെ റൈറ്റിലേക്ക് തിരിഞ്ഞു, വീണ്ടും റൈറ്റിലേക്ക് തിരിഞ്ഞു. അപ്പം എന്തായി, ഇപ്പം അയാൾ ഫേസ് ചെയ്യുന്നത് സൗത്ത് ആണ്. കറക്റ്റ് ആൻസർ എന്തായിരിക്കും, സൗത്ത് ആയിരിക്കും ചോദ്യത്തിന്റെ ഉത്തരം. ഓപ്ഷൻ എ ആണ് ചോദ്യത്തിന്റെ ഉത്തരം. അപ്പൊ ഇത് നമ്മൾ ഇവിടെ ചെയ്തത് എന്താണ്, ചിത്രം വരച്ചിട്ടാണ് ചെയ്തത്. അപ്പൊ ഇങ്ങനെയുള്ള ബേസിക് ഹീസ് ഫേസിങ്, എങ്ങോട്ടാണ് ഫേസ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചിത്രം വരക്കാതെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചിത്രം വരക്കാതെയും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ ലോജിക്കും കൂടെ ജസ്റ്റ് ഒന്ന് പറയാം. ചിത്രം വരക്കാതെ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തുടങ്ങുന്ന ഡയറക്ഷൻ എവിടെ നോക്കാം, തുടങ്ങുന്നത് നോർത്തിലാണല്ലോ, നോർത്താണ്. പിന്നെ എന്തൊക്കെ ടേണിംഗ് ഉണ്ട് നോക്കാം. ഒരു റൈറ്റ് തിരിഞ്ഞു, വീണ്ടും ഒരു റൈറ്റ് തിരിഞ്ഞു. അപ്പൊ നോർത്ത് ഒരു റൈറ്റ്, ഒരു റൈറ്റ്, റൈറ്റും ലെഫ്റ്റും ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ കേസിൽ നമുക്ക് വെട്ടിക്കളയാം. നോർത്തിൽ നിന്ന് ഒരു റൈറ്റ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ്, ഈ ബേസിക് ഇത് നോക്കാം. നോർത്തിൽ നിന്ന് ഒരു റൈറ്റ് പോയാൽ ഈസ്റ്റ്, വീണ്ടും ഒരു റൈറ്റ് പോയാൽ ഇവിടെ എത്തി സൗത്ത്. അപ്പൊ നോർത്ത് റൈറ്റ് റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൗത്ത് ആയിരിക്കും ഉത്തരം. ആ ഒരു രീതിയിൽ ആലോചിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിന്റെ ഉത്തരം വേഗത്തിൽ തന്നെ കണ്ടെത്താൻ പറ്റും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. I started walking down a road in the morning facing the sun. After walking for some time, I turned to my left. Then I turned to my right. In which direction was I going then? അപ്പോൾ ചോദ്യത്തിൽ തന്നിട്ടുണ്ട് രാവിലെയാണ്, ഫേസിങ് ദ സൺ ആണെന്നും തന്നിട്ടുണ്ട്. അപ്പൊ ആ 2 പോയിന്റിൽ നിന്നും എന്താണ് മനസ്സിലാവുക, ഈസ്റ്റ് ആണ്. രാവിലെ ആയതുകൊണ്ട് ഈസ്റ്റിലേക്കായിരിക്കും ഫേസ് ചെയ്തിട്ടുണ്ടാവുക എന്ന് ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് മനസ്സിലാവാം, രാവിലെ ആയതുകൊണ്ട്. പിന്നെ രണ്ടാമത് ഇനി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കാം, പോയിന്റുകൾ. മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ തുടങ്ങുന്നത്, നമുക്ക് ചിത്രം ഒന്നും വരക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്, ഈസ്റ്റിൽ നിന്നാണ് തുടങ്ങുന്നത്, മനസ്സിലായി. അടുത്തത് ലെഫ്റ്റ്, ഒരു ലെഫ്റ്റ് ഒരു റൈറ്റ്. ഒരു ലെഫ്റ്റ് ഒരു റൈറ്റും വന്നു കഴിഞ്ഞാൽ എന്താണ്, അത് രണ്ടും കൂടെ അതിന്റെ എഫക്റ്റ് ക്യാൻസൽ ആവും. ഒരിക്കൽ ലെഫ്റ്റിലോട്ട് പോയി പിന്നെ റൈറ്റിലോട്ട് വന്നാൽ അതിന്റെ എഫക്റ്റ് ഇല്ല, 0 ആണ് എഫക്റ്റ്. അപ്പൊ ഈസ്റ്റിൽ തുടങ്ങിയ ആളിപ്പോ എവിടെ തന്നെ ആയിരിക്കും, ഈസ്റ്റിലേക്ക് തന്നെ ആയിരിക്കും പോകുന്നത്. കറക്റ്റ് ആൻസർ ഈസ്റ്റ് ആയിരിക്കും. വേറെ ചിത്രം വരക്കേണ്ട ആവശ്യം ഇല്ല ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആവുമ്പോൾ. അതായത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആവുമ്പോൾ ചിത്രം വരക്കണം നിർബന്ധമില്ല, നമുക്ക് ഇതുപോലെ ചെയ്താൽ മതി. അടുത്തത് അതുപോലത്തെ വേറൊരു ക്വസ്റ്റ്യൻ. You are going eastwards, straight first eastwards, then turn to the right and then right again, then left. അപ്പോൾ ആദ്യം ഈസ്റ്റ് എന്ന് എഴുതുക, പിന്നെ ഒരു റൈറ്റ് ഒരു റൈറ്റ് ഒരു ലെഫ്റ്റ്, റൈറ്റ് റൈറ്റ് ലെഫ്റ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു റൈറ്റും ലെഫ്റ്റും വന്നാൽ എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. ഈ റൈറ്റും ഈ ലെഫ്റ്റും ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് എന്താണ്, ഈസ്റ്റിൽ നിന്നൊരു റൈറ്റ്, ഈസ്റ്റിൽ നിന്നൊരു റൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എവിടെ എത്തും, ക്ലോക്ക് വൈസ് ആണ്. റൈറ്റ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ ക്ലോക്ക് വൈസ് പോകുമ്പോൾ എവിടെ എത്തും, സൗത്ത് എത്തും. സോ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി, സൗത്ത് ആയിരിക്കും ആ ഒരു ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇങ്ങനത്തെ ബേസിക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു രീതിയിൽ സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് വേറെ രീതിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. A direction pole was situated on the road crossing. Road crossing ഒരു direction pole ഉണ്ടായിരുന്നു. Due to an accident, a pole turned in such a manner that the pointer which was showing east started showing south. East കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ south ആണ് കാണിക്കുന്നത്. Sita, a traveler, went to the wrong direction thinking it to be west. In what direction actually she was traveling? അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് നോക്കാം. നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ്. അപ്പോൾ ഈസ്റ്റ് കാണിച്ചിരുന്നത് ഇപ്പം എന്തായി, ഈസ്റ്റ് കാണിച്ചിരുന്നത് ഇപ്പോൾ സൗത്ത് ആയി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈസ്റ്റ് ഒരു വട്ടം കറങ്ങിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആരാണ്, സീത വെസ്റ്റിലേക്കാണെന്ന് വിചാരിച്ച് വെസ്റ്റിലേക്ക് പോയിട്ടുണ്ട്. ശരിക്കും ഇപ്പോൾ വെസ്റ്റിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കറിയാം ഒരു വട്ടം ഇങ്ങോട്ട് കറങ്ങി എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വെസ്റ്റിലേക്കാണെന്ന് വിചാരിച്ച് പോയിട്ടുണ്ടാവുക, ആക്ച്വലി ഏത് ഡയറക്ഷനിലേക്കായിരിക്കും, ആക്ച്വലി അത് നോർത്തിലേക്കായിരിക്കും പോയിട്ടുണ്ടാവുക, നോർത്തിലേക്കായിരിക്കും പോയിട്ടുണ്ടാവുക. ഇത് ഇവിടെ എത്തും, ഒരു വട്ടം കറങ്ങും,
അപ്പോൾ ശരിക്കും ഷീ വാസ് ട്രാവലിംഗ് ടു നോർത്ത്. ഒരു ലെഫ്റ്റ് ഇങ്ങോട്ട് റൈറ്റ് ഇങ്ങോട്ട് പോയിട്ടുണ്ടാവും. സോ നോർത്ത് ആയിരിക്കും ചോദ്യത്തിൻ്റെ ഉത്തരം. ഓപ്ഷൻ സി നോർത്ത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. എ മാൻ സ്റ്റാർട്ട്സ് ഫ്രം എ പോയിന്റ്, walks 4 miles north, turns to his right, walks 2 miles, again turns to his right and walks 2 miles, again turns to his right and walks 2 miles. In which direction would he be now? ഇപ്പോൾ അയാൾ ഏത് ഡയറക്ഷനിലാണ് ഉള്ളത് എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിൽ നമ്മൾ ചിത്രം വരച്ചു കഴിഞ്ഞാൽ നോക്കാം എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഏത് ഡയറക്ഷനിലേക്ക് പോകുന്നു എന്നല്ല, ഇപ്പോൾ ഏത് ഡയറക്ഷനിലാണ് ഉള്ളത് എന്നാണ് ചോദ്യം. ഏത് ഡയറക്ഷനിലേക്ക് പോകുന്നു എന്നാണെങ്കിൽ നമുക്ക് നേരെ റിലേഷൻസ് വരച്ചാൽ മതി. അപ്പോൾ ഇവിടെ ഒരാൾ 4 നോർത്തിലേക്ക് പോയി, പിന്നെ ഒരു റൈറ്റ് തിരിഞ്ഞു 2 പോയി, വീണ്ടും ഒരു റൈറ്റ് തിരിഞ്ഞു 2 പോയി, വീണ്ടും ഒരു റൈറ്റ് തിരിഞ്ഞ് 2 പോയി. അപ്പോൾ ഇവിടെ ഈ പോയിന്റിൽ എത്തി. തുടങ്ങിയത് ഇവിടെ നിന്നാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇപ്പോൾ ഏത് ഡയറക്ഷനിലാണുള്ളത്? അയാൾ മേലെയാണുള്ളത്. മേലെ എന്ന് പറയുമ്പോൾ നോർത്ത് ആയിരിക്കും. ഓപ്ഷൻ എ ആയിരിക്കും ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ. ഹി ഈസ് നൗ ഇൻ നോർത്ത് ഡയറക്ഷൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ കാർ ട്രാവലിംഗ് ഫ്രം സൗത്ത് കവേഴ്സ് എ ഡിസ്റ്റൻസ് ഓഫ് 8 kilometers, then turns right and runs another 9 kilometers and again turns to the right and was stopped. Which direction does it face now? കാർ ഇപ്പോൾ ഏത് ഡയറക്ഷനാണ് ഫേസ് ചെയ്യുന്നതാണ്. അപ്പോൾ സൗത്തിൽ നിന്ന് വരുന്ന ഒരു കാറാണ്. 8 kilometer പോയി, റൈറ്റിലേക്ക് തിരിഞ്ഞു, വീണ്ടും എന്ത് ചെയ്തു? 8 kilometer പോയ ശേഷം റൈറ്റിലേക്ക് തിരിഞ്ഞു 9 പോയി, അഗെയിൻ റൈറ്റിലേക്ക് തിരിഞ്ഞു. വിച്ച് ഡയറക്ഷൻ ഡസ് ഇറ്റ് ഫേസ് നൗ എന്നാണ്. ആ ഒരു കാർ ഇപ്പോൾ ഏത് ഡയറക്ഷനാണ് ഫേസ് ചെയ്ത് നിൽക്കുന്നതെന്നാണ് ചോദ്യം. കാർ എങ്ങോട്ടാണ് ഫേസ് ചെയ്യുന്നത്? കാറ് സൗത്തിലേക്കാണ് ഫേസ് ചെയ്യുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ട് പോയി റൈറ്റ് തിരിഞ്ഞു 2 തിരിവ് തിരിയുമ്പോൾ സൗത്തിലേക്ക് ഫേസ് ചെയ്തിട്ടാണ് ആ കാർ ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ എങ്ങോട്ടാണ് പോകുന്നതെന്നല്ല, എങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് നിൽക്കുന്നതെന്നാണ് ചോദ്യം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അരുൺ സ്റ്റാർട്ടഡ് ഫ്രം പോയിന്റ് എ ആൻഡ് വാക്ക്ഡ് 10 kilometers east to point B, then turned to north and walked 3 kilometers to point C, then turned west and walked 12 kilometers to point D, then again turned south and walked 3 kilometers to point E. In which direction is he from his starting point? സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ ഇപ്പോൾ ഏത് ഡയറക്ഷനിലാണ് ഉള്ളത് എന്നാണ് ചോദ്യം. നമുക്ക് ചിത്രം ഒന്ന് വരച്ചു നോക്കാം. സിമ്പിളായിട്ട് ചിത്രം ഒന്ന് വരച്ചു നോക്കാം. അപ്പോൾ എയിൽ നിന്ന് തുടങ്ങി ഈസ്റ്റിലേക്ക് 10 kilometer പോയി എന്നാണ്. 10 kilometer ബി എന്ന് പറഞ്ഞ പോയിന്റിൽ എത്തി. നമുക്ക് ആദ്യം തന്നെ 4 ഡയറക്ഷൻസ് ഇവിടെ വരച്ചു വെക്കുക. ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത്. പിന്നെ നോർത്തിലേക്ക് തിരിഞ്ഞു 3 kilometer പോയി. പിന്നെ അപ്പോൾ ഇവിടെ എത്തി സി എന്ന് പറഞ്ഞ പോയിന്റിലെത്തി. പിന്നെ വെസ്റ്റിലേക്ക് തിരിഞ്ഞ് 12 പോയി, 10ന്റെ അപ്പുറം കടന്നുണ്ടാവും, 12 പോയി ഡിയിലേക്ക് എത്തി. പിന്നെ സൗത്തിലേക്ക് തിരിഞ്ഞ് ഇ എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് 3 പോയി. അപ്പോൾ ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇപ്പൊ ഇയിലെത്തി. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ ഇപ്പോൾ ഏത് ഡയറക്ഷനിലാണുള്ളത്? സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ ഇപ്പൊ വെസ്റ്റ് ഡയറക്ഷനിലാണ് ഉള്ളത്. കാരണം ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇത് ഏതാണ്? ഇയാളിപ്പോൾ വെസ്റ്റിലാണ് ഉള്ളത്. സോ റൈറ്റ് ആൻസർ വെസ്റ്റ്. ഓപ്ഷൻ സി ആയിരിക്കും ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ വരുന്നത്. സി. അടുത്ത ചോദ്യം നോക്കാം. എ മാൻ ഈസ് ഫേസിംഗ് ഈസ്റ്റ്, then he turns left and goes 10 meter, then turns right and goes 5 meter, then goes 5 meter to the south and from there 5 meter to the west. In which direction is he from his original place? തുടങ്ങിയ സ്ഥലത്ത് നിന്ന് നോക്കുമ്പോൾ ഇപ്പോൾ ഏത് ഡയറക്ഷനിലാണെന്നാണ് ചോദ്യം. തുടങ്ങിയ സ്ഥലത്ത് ഒറിജിനൽ പൊസിഷനിൽ നിന്ന് നോക്കുമ്പോൾ ആദ്യം എന്ത് ചെയ്തു? ആദ്യം ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്ത് നിന്ന ഒരാളായിരുന്നു. അയാൾ എന്ത് ചെയ്തു? ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു. ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കുന്ന ആള് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ അയാൾ എവിടെയാണ്? നമുക്ക് ഈ ഒരു ബേസിക് ഡയറക്ഷൻ ഡയഗ്രത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഈസ്റ്റിൽ നിന്ന് ലെഫ്റ്റ് അടിച്ചാൽ എവിടെയാണ്? ആന്റി ക്ലോക്ക് വൈസ് നോർത്തിലേക്കാണ് അയാൾ 10 meter പോയിട്ടുള്ളത്. അപ്പൊ നോർത്തിലേക്ക് ആദ്യം തന്നെ പോയത് നോർത്തിലേക്ക് 10 meter പോയി. ഓക്കെ. then turns right, റൈറ്റിലേക്ക് തിരിഞ്ഞു 5 പോയി. then goes 5 meter to south, സൗത്തിലേക്ക് 5 പോയി. പിന്നെ വെസ്റ്റിലേക്ക് 5 പോയി.
അപ്പോൾ ഈ തുടങ്ങിയ ആ ഒരു ഡയറക്ഷനിൽ തന്നെ എത്തി ഇയാൾ, തുടങ്ങിയ ആ ഒരു ലൈനിൽ തന്നെ എത്തി. അതായത് തുടങ്ങിയത് ഈ റെഡ് പോയിന്റിൽ നിന്നായിരുന്നു. ഇപ്പോൾ അയാൾ ഉള്ളത് ഏത് പോയിന്റിലാണ്? ഇപ്പോൾ അയാൾ ഉള്ളത് ഈ ഒരു ഗ്രീൻ പോയിന്റിലാണ്. ഇനി ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ഹി ഫ്രം ഹിസ് ഒറിജിനൽ പ്ലേസ്? ഒറിജിനൽ പ്ലേസ് എന്ന് പറഞ്ഞാൽ റെഡ് ആണ്. റെഡിൽ നിന്ന് ഗ്രീനിലേക്ക് നോക്കുമ്പോൾ ഏത് ഡയറക്ഷനിലാണ്? നോർത്തിലാണ് ഉള്ളത്. ഓപ്ഷൻ സി നോർത്ത് ആയിരിക്കും ഈ ഒരു ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ. ഒറിജിനൽ പൊസിഷനിൽ നിന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നോർത്ത് ആയിരിക്കും ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 5 boys A, B, C, D, E are sitting in a park in a circle. A is facing southwest, D is facing southeast, B and E are right opposite A and D respectively, and C is equidistant between D and B. Which direction is C facing? C ഏത് ഡയറക്ഷനിലേക്കാണ് ഫേസ് ചെയ്യുന്നതാണ് ചോദ്യം. അപ്പോൾ ആദ്യം തന്നെ 4 ബേസിക് ഡയറക്ഷൻസ് ഇവിടെ വരച്ചു വെക്കാം. പിന്നെ അതിൻ്റെ ഇടയിലുള്ള ഡയറക്ഷൻസും കൂടെ ജസ്റ്റ് ഒന്ന് വരച്ചു വെക്കാം. ഇത് നോർത്ത് ഈസ്റ്റ് ആണ്, കാരണം ഇവിടെ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ തന്നിട്ടുണ്ട്. ഇതെന്താണ്? ഇത് സൗത്ത് ഈസ്റ്റ് ആണ്. ഇത് നോർത്ത് വെസ്റ്റ് ആണ്. ഇത് സൗത്ത് വെസ്റ്റും ആണ്. 4 ഡയറക്ഷൻസ്, 8 ഡയറക്ഷൻസ്. ഇനി എ ഈസ് ഫേസിങ് സൗത്ത് വെസ്റ്റ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സർക്കിളാണ്. അപ്പോൾ ഒരു വട്ടം വരയ്ക്കാം ആദ്യം. ഓക്കെ, ഒരു വട്ടം വരച്ചു. ഇനി ഈ വട്ടത്തിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എ ഈസ് ഫേസിങ് സൗത്ത് ഈസ്റ്റ്. സൗത്ത് ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്തിട്ടാണ് എ ഇരിക്കുന്നത് എന്നാണ്. അപ്പോൾ നമുക്കറിയാം സൗത്ത് ഈസ്റ്റ്, ഈ ഡയറക്ഷൻ ഡയഗ്രത്തിൽ നോക്കുക, സൗത്ത് ഈസ്റ്റ് ഇവിടെയാണ്. അപ്പോൾ സൗത്ത് ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്തിരിക്കണമെങ്കിൽ എ ഇവിടെ ആയിരിക്കും, അതായത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ എ ഏകദേശം ഇവിടെയാണെന്ന് വിചാരിക്കാം. ഏകദേശം ഇട്ടാൽ മതി, അത് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഡി ഈസ് ഫേസിങ് സൗത്ത് ഈസ്റ്റ്. സൗത്ത് ഈസ്റ്റിലേക്കാണ് ഡി ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ഡി ഇവിടെ ആയിരിക്കും, ഈ ഭാഗത്തായിരിക്കും. അപ്പോൾ ഡീനെ അടയാളപ്പെടുത്തി. ബി ആൻഡ് ഇ ആർ റൈറ്റ് ഓപ്പോസിറ്റ് എ ആൻഡ് ഡി റെസ്പെക്റ്റീവ്ലി. എയുടെയും ഡിയുടെയും ഓപ്പോസിറ്റ് ആയിട്ടാണ് ആരിയിരിക്കുന്നത്? ബിയും ഇയും ഇരിക്കുന്നത്. ബിയും ഇയും റെസ്പെക്റ്റീവ്ലി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബി ഏതിന് ഓപ്പോസിറ്റ് ആണ്? എക്ക് ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ബി ഏകദേശം ഇവിടെ ഇടാം നമുക്ക്. ഇനി ഇ ഇവിടെ ഓപ്പോസിറ്റ് ഇ ആയിരിക്കും. പിന്നെ പറഞ്ഞു ആൻഡ് സി ഈസ് ഇക്വിഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഡി ആൻഡ് ബി. ഡിയുടെയും ബിയുടെയും നടുവിലാണ് ആരുള്ളത്? സി ഉള്ളത്. അപ്പോൾ സി ഇവിടെ ആയിരിക്കും. ഓക്കെ, എല്ലാവരും ആയല്ലോ? അതിൻ്റെ നടുവിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ചോദ്യം എന്താണ്? വിച്ച് ഡയറക്ഷൻ ഈസ് സി ഈസ് ഫേസിങ്? സി ഏത് ഡയറക്ഷൻ ആണ് ഫേസ് ചെയ്യുന്നത്? അപ്പോൾ സി ഇവിടെ ആണെങ്കിൽ സി ഫേസ് ചെയ്യുന്ന ഡയറക്ഷൻ അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും. ഏതാണ് അതിന് ഓപ്പോസിറ്റ്? ഈസ്റ്റ് ആയിരിക്കും. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ഈസ്റ്റ് ആയിരിക്കും ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ നമ്മളൊരു വട്ടം വരച്ചിട്ട് സൈഡിൽ നമ്മുടെ ആ ഒരു ഡയഗ്രാം വെക്കുക, ഏത് ബേസിക് ഡയറക്ഷൻസിന്റെ ഡയഗ്രാം വെക്കുക. എന്നാൽ പിന്നെ അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയാൽ നമുക്ക് വേഗം തന്നെ വരച്ചെടുക്കാൻ പറ്റും. കറക്റ്റ് ആൻസർ ഏതായിരിക്കും? ഈസ്റ്റ് ആയിരിക്കും ചോദ്യത്തിന്റെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ മാൻ സ്റ്റാർട്ട്സ് ഫ്രം എ പോയിന്റ്, വാക്സ് 8 കിലോമീറ്റർ ടുവേർഡ്സ് നോർത്ത്, turns right, walks 12 km, turns left, walks 7 km, turns 24 km towards south, and turns right and walks 12 km. In which direction is he from the starting point? Starting point il ninnu nokkumbol ippol ഏത് ഡയറക്ഷനിലാണെന്നാണ് ചോദ്യം. അപ്പോൾ ആദ്യം തന്നെ തുടങ്ങിയത് എന്താണ്? 8 നോർത്തിലേക്ക് പോയി. നോർത്തിലേക്ക് ഒരു 8 ഇത് പോയി. പിന്നെന്ത് ചെയ്തു? പിന്നെ റൈറ്റ് തിരിഞ്ഞു, 12 പോയി. പിന്നെ എന്ത് ചെയ്തു? പിന്നെ ലെഫ്റ്റ് തിരിഞ്ഞു, 7 പോയി. പിന്നെ സൗത്തിലേക്ക് 7 പോയ ശേഷം തിരിച്ചിങ്ങോട്ട് സൗത്തിലേക്ക് 24 പോയി. അപ്പോൾ ഇവിടെ 7, ടോട്ടൽ 24 പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗം 17 ആയിരിക്കും. 7 24 ആവുന്നതുകൊണ്ട് അത് 17 ആയി മാറും. പിന്നെ വേറെ പറഞ്ഞിട്ടുണ്ട് ടേൺസ് റൈറ്റ് ആൻഡ് വാക്സ് 12 ഇങ്ങോട്ട് തിരിച്ചു പോയി. അപ്പോൾ in which direction is he from the starting point? സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ ഇപ്പോൾ ഏത് ഡയറക്ഷനിലാണെന്നാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെയാണ്. നേരെ നോക്കുമ്പോൾ എവിടെയാണ്? താഴെയാണ്, സൗത്തിലാണ് ഉള്ളത്. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതാണ്, ഇതിന്റെ താഴെയാണ് വന്നിട്ടുള്ളത്. കാരണം ഇത് 8 ഉള്ളൂ, ഇത് 12, ഇത് 12, ആ ലൈനിൽ തന്നെ എത്തും. പക്ഷെ ഇവിടെ 17 ഉള്ളത് കൊണ്ട് ഇത് നമുക്ക് 8 ഉണ്ടാവും. പിന്നെയും താഴേക്ക് പോയിട്ടുണ്ട് കുറെ. അപ്പോൾ റൈറ്റ് ആൻസർ എന്തായിരിക്കും? സൗത്ത് ആയിരിക്കും. ഓപ്ഷൻ ബി സൗത്ത് ആണ് ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ വരുന്നത്. സൗത്ത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. If X stands on his head with his face towards south, to which direction will his left hand point?
ലെഫ്റ്റ് ഹാൻഡ് പോയിന്റ് ചെയ്തിട്ടുണ്ടാവുക ഏത് ഡയറക്ഷനിലേക്കാണെന്നാണ് അടുത്ത ചോദ്യം വരുന്നത്. അപ്പോൾ ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് ഫേസ് എങ്ങോട്ടാണ്? ഫേസ് സൗത്തിലോട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങോട്ട് ഫേസ് ചെയ്തിട്ടാണ് ആര് നിൽക്കുന്നത്? എക്സ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് അവിടെ നോക്കുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് എവിടെ ആയിരിക്കും? ഇവിടെ ആയിരിക്കും. എക്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് വെസ്റ്റിലായിരിക്കും. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ. സൗത്തിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കുന്ന ആളുടെ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ആന്റി ക്ലോക്ക് വൈസ് ആണ്. ആന്റി ക്ലോക്ക് വൈസിലേക്ക് നോക്കുമ്പോൾ വെസ്റ്റ് ആണ് ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇഫ് അഹമ്മദ് travels towards north from his house, then to left, then to south, covering equal distances in each direction to reach Sohan's house, in which direction is Ahmad's house now? അഹമ്മദ് വീട്ടിൽ നിന്ന് നോർത്തിലേക്ക് പോയിട്ട് തിരിഞ്ഞിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് നോക്കുമ്പോൾ എവിടെയാണ് എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത് ഇവിടെ. അപ്പൊ അഹമ്മദിന്റെ വീട് ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കാം. അഹമ്മദ് നോർത്തിലേക്ക് പോയി, പിന്നെ ലെഫ്റ്റ് അടിച്ചു സൗത്തിലേക്ക്, പിന്നെ അതേ ഡയറക്ഷനിൽ ലെഫ്റ്റ് അടിച്ചു, പിന്നെ സൗത്തിലേക്ക് പോയി. ഇവിടെ എത്തി സോഹന്റെ ഹൗസിലെത്തി. ഇത് അഹമ്മദിന്റെ, ഇത് സോഹന്റെ. ഇനി അഹമ്മദിന്റെ വീട് ഏത് ഡയറക്ഷനിലാണെന്നാണ്. ഇവിടെ നോക്കുമ്പോൾ ഇത് ഏതാണ് ഡയറക്ഷൻ? ഇങ്ങോട്ട് നോക്കുമ്പോൾ ഈസ്റ്റ് ആയിരിക്കും. അഹമ്മദിന്റെ വീടുള്ളത് ഈസ്റ്റിലാണ്. ഓപ്ഷൻ എ ആണ് ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ ഈസ്റ്റ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇഫ് റാംസ് ഹൗസ് ഈസ് ലൊക്കേറ്റഡ് ടു ദ സൗത്ത് ഓഫ് കൃഷ്ണാസ് ഹൗസ് ആൻഡ് ഗോവിന്ദാസ് ഹൗസ് ഈസ് ടു ദ ഈസ്റ്റ് ഓഫ് കൃഷ്ണാസ് ഹൗസ്, in what direction is Ram's house situated with respect to Govinda's house? മൂന്ന് ആളുകളുണ്ട്. അപ്പോൾ അയാളുടെ കറസ്പോണ്ടിങ് ആയിട്ട് മറ്റേ ആളുടെ വീട് എങ്ങനെയാണ് വരുന്നതെന്നാണ് ചോദ്യം. അപ്പൊ തന്നിട്ടുള്ളത് വെച്ച് നമുക്ക് നോക്കാം. രാംസ് ഹൗസ് എന്താണ്? കൃഷ്ണയുടെ ഹൗസിന്റെ സൗത്ത് ആണ്. അപ്പൊ ഇത് കൃഷ്ണയുടെ വീടാണെന്ന് വിചാരിക്കാം. അപ്പൊ രാമിന്റെ വീട് ഇതായിരിക്കും. ഇങ്ങനെ തന്നിട്ടുണ്ട്. പിന്നെ പറഞ്ഞു ഗോവിന്ദാസ് ഹൗസ് ഈസ് ടു ദ ഈസ്റ്റ് ഓഫ് കൃഷ്ണാസ് ഹൗസ്. ഗോവിന്ദയുടെ ഹൗസ് അപ്പൊ ഇവിടെയാണ്. ഇതാണ് ഗോവിന്ദയുടെ ഹൗസ്. ഇനി ഡയറക്ഷൻസ് ഇവിടെ വരച്ചു വെക്കുന്നുണ്ട് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. നോർത്ത്, സൗത്ത്, വെസ്റ്റ്. ഇനി ചോദ്യം രാംസ് ഹൗസ് വിത്ത് റെസ്പെക്ട് ടു ഗോവിന്ദാസ് ഹൗസ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇത് ഏതാണെന്നാണ്. ഇവിടെ നോക്കും. അപ്പൊ ഇതെന്താണ്? ഇങ്ങനെ ചെരിഞ്ഞിട്ടുള്ള ഡയറക്ഷനാണ്. ആ ഒരു ഡയറക്ഷനിലാണ് അത് കിടക്കുന്നത്. അപ്പൊ അത് ഏതാണ്? കറക്റ്റ് ആൻസർ സൗത്ത് വെസ്റ്റ് ആയിരിക്കും. ഓപ്ഷൻ ഡി സൗത്ത് വെസ്റ്റ് ആയിരിക്കും അതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. സൗത്ത് വെസ്റ്റ്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. രാധിക went 50 meters from her house, 50 meters south from her house, then turned left and went 20 meters, then turning to north she went 30 meters. In which direction is her house from this point? ആ ഒരു പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ അവളുടെ വീട് എവിടെയാണെന്നാണ് ചോദ്യം. അപ്പോ രാധിക ആദ്യം എന്ത് ചെയ്തു? ആദ്യം സൗത്തിലേക്ക് 50 മീറ്റർ പോയി. സൗത്തിലേക്ക് 50 മീറ്റർ പോയി. ശേഷം ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു. അപ്പൊ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടം പോകുമ്പോൾ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടായിരിക്കും. ആന്റി ക്ലോക്ക് വൈസ്, 90 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസ് ആണ്. പിന്നെ എന്ത് ചെയ്തു? 30 മീറ്റർ നോർത്തിലേക്കും പോയി. അപ്പൊ ഇപ്പൊ ഈ പോയിന്റിലാണ് എത്തിയിട്ടുള്ളത്. അപ്പൊ മുമ്പ് വീട് ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് ഈ ഒരു പോയിന്റ്, ഇവിടെയാണ് വീട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ പുതിയ പോയിന്റ് ഏതാണ്? ഡയറക്ഷൻ എന്നാണ്. അപ്പൊ ഇങ്ങനെയാണ് നോക്കുന്നത്. അപ്പൊ ഡയറക്ഷൻ നോക്കുമ്പോൾ ഇങ്ങനെ പോകുന്നത് ഏതാണ്? ഇത് ഈസ്റ്റ് ആണ്, ഇത് സൗത്ത് ആണ്. സൗത്തിനും ഈസ്റ്റിനും ഇടയിലുള്ളത് ഏതാണ്? വീട്ടിൽ നിന്നാണ്. സോറി, നേരെ തിരിച്ചാണ്. ഇങ്ങോട്ടാണ് നോക്കുന്നത്. ഇങ്ങോട്ടാണ് നോക്കുന്നത്. പോയിന്റിൽ നിന്ന് വീട്ടിലേക്കാണ് നോക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് പോവാ. അപ്പോൾ നോർത്തിനും വെസ്റ്റിനും ഇടയിലുള്ള നോർത്ത് വെസ്റ്റ് ആയിരിക്കും ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ. നോർത്ത് വെസ്റ്റ് ആയിരിക്കും വരുന്നത്. ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ. അറ്റ് ഡസ്ക് രോഹിത് സ്റ്റാർട്ടഡ് വാക്കിംഗ് ഫേസിംഗ് ദ സൺ. ആഫ്റ്റർ എ വൈൽ ഹി മെറ്റ് ഹിസ് ഫ്രണ്ട് ആൻഡ് ബോത്ത് ടേൺഡ് ടു ദെയർ ലെഫ്റ്റ്. They halted for a while, started moving by turning again to their right. Finally, Rohit waved goodbye to his friend and took a left turn at a corner. At which direction is Rohit moving now? എന്നാണ് ചോദ്യം. അപ്പോൾ അറ്റ് ഡെസ്ക് എന്നാണ്. ഡെസ്ക് എന്ന് പറഞ്ഞാൽ ഈവനിങ് ആണ്.
അപ്പൊ ഈവനിങ്ങിൽ സണ്ണിനെ ഫേസ് ചെയ്ത് പോകുന്നു എന്ന് പറഞ്ഞാൽ ഏതാണ് ഡയറക്ഷൻ? രോഹിത് നടക്കുന്നത് വെസ്റ്റിലേക്കാണ്. ഈവനിങ് വൈകുന്നേരം സൺ ഉണ്ടാവുക എവിടെയാണ്? വെസ്റ്റിലാണ്. അപ്പൊ രോഹിത് സ്റ്റാർട്ട് ചെയ്യുന്നത് വെസ്റ്റിലേക്ക് ഫേസ് ചെയ്തിട്ടാണ്. കുറച്ച് പോയി ഇവിടുന്ന് ഫ്രണ്ടിനെ മീറ്റ് ചെയ്തു. ഫ്രണ്ടിനെ മീറ്റ് ചെയ്ത ശേഷം എന്ത് ചെയ്തു? ലെഫ്റ്റിലോട്ട് തിരിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങോട്ട് തിരിഞ്ഞു. ഇനി ഇവിടെ കുറച്ചു നേരം നിന്നു, എന്നിട്ട് വീണ്ടും റൈറ്റിലേക്കാണ് തിരിഞ്ഞു. അപ്പൊ ഇവിടെ എത്തി. പിന്നെ അവിടെ കുറച്ചു നേരം നിന്നു, ഫ്രണ്ടിനോട് ഗുഡ് ബൈ പറഞ്ഞു, പിന്നെയും ലെഫ്റ്റ് അടിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു ലെഫ്റ്റും കൂടെ അടിക്കുമ്പോൾ ഇങ്ങനെ വരും. ഇവിടെ നിന്ന് തുടങ്ങി ഇപ്പൊ ഇങ്ങോട്ടാണ് പോകുന്നത്. അറ്റ് വിച്ച് ഡയറക്ഷൻ ഈസ് രോഹിത് മൂവിങ് നൗ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആൻസർ സൗത്ത് ആയിരിക്കും. സൗത്ത് ആയിരിക്കും ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ. പിന്നെ ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു ട്രിക്ക് ഉണ്ടല്ലോ, ചിത്രം വരക്കാതുള്ള ട്രിക്ക്, അതും യൂസ് ചെയ്യാം. സ്റ്റാർട്ടഡ് വാക്കിംഗ് ഫേസിങ് ദ സൺ. എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ എപ്പോഴും ആ ട്രിക്ക് യൂസ് ചെയ്യാൻ പറ്റും. എന്താണ്? വെസ്റ്റ് ആണ് സ്റ്റാർട്ട് ചെയ്തത്, അത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. വെസ്റ്റിലേക്ക് ഫേസ് ചെയ്തിട്ടാണ്. പിന്നെ എന്ത് ചെയ്തു? ഒരു ലെഫ്റ്റ്, ഒരു റൈറ്റ്, ഒരു ലെഫ്റ്റ്, ഇത്രയുമാണ് ടേണിങ്സ് ഉള്ളത്. അതിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ലെഫ്റ്റും റൈറ്റും ഉണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാം. ലെഫ്റ്റും റൈറ്റും ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഒരു ലെഫ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ വെസ്റ്റിൽ നിന്നും ഒരു ലെഫ്റ്റ്, വെസ്റ്റിൽ നിന്നും ഒരു ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ടാണ് ആന്റി ക്ലോക്ക് വൈസ്, സൗത്ത് ആണ്. കറക്റ്റ് ആൻസർ സൗത്ത് എന്ന് അങ്ങനെയും കിട്ടും. ചിത്രം വരക്കാതെയും നമുക്ക് അതിന്റെ ഉത്തരം കണ്ടെത്താവുന്നതാണ് മറ്റേ മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ, ഷോർട്ട് കട്ട് മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ. ഓക്കെ, നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. നെക്സ്റ്റ് ചോദ്യം, റാണി ആൻഡ് സരിത സ്റ്റാർട്ടഡ് ഫ്രം എ പ്ലേസ് എക്സ്. റാണി വെന്റ് വെസ്റ്റ് ആൻഡ് സരിത വെന്റ് നോർത്ത്, both traveling with the same speed. After some times, both turned their left and walked a few steps. If they again turned to their left, in which directions the phases of Rani and Sarita will be with respect to x? X എന്ന് പറഞ്ഞ പോയിന്റ് ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ രണ്ടുപേരുടെയും ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു പോയിന്റ് ഇടുക. എക്സ് എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ഓക്കെ, ഇതാണ് എക്സ് എന്ന് പറഞ്ഞ പോയിന്റ്. അതിൽ നിന്ന് റാണി എങ്ങോട്ട് പോയി? റാണി വെസ്റ്റിലേക്ക് പോയി, ഇങ്ങോട്ട് പോയി. സരിത ഇങ്ങോട്ടും പോയി. അപ്പൊ ഇത് സരിതയാണ്, ഇത് റാണിയാണ്. ഇത് റാണി, ഇത് സരിത. ബോത്ത് ഒരേപോലെയാണ് പോയത്. പിന്നെ എന്ത് ചെയ്തു? കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ രണ്ടുപേരും എന്ത് ചെയ്തു? രണ്ടുപേരും ലെഫ്റ്റ് അടിച്ചു. അപ്പൊ റാണിയുടെ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടായിരിക്കും, സരിതയുടെ ലെഫ്റ്റ് ഇങ്ങോട്ടും ആയിരിക്കും. പിന്നെ അതും കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? They again turned to their left. രണ്ടുപേരും ഒന്നും കൂടെ ലെഫ്റ്റ് അടിച്ചു, വീണ്ടും ലെഫ്റ്റ് അടിച്ചു. കുറച്ച് പോയ ശേഷം വീണ്ടും ലെഫ്റ്റ് അടിച്ചു. അപ്പോൾ സരിത വീണ്ടും ലെഫ്റ്റ് അടിക്കുമ്പോൾ ഇങ്ങോട്ട് വരും, റാണി വീണ്ടും ലെഫ്റ്റ് അടിക്കുമ്പോൾ ഇങ്ങോട്ടും വരും. ഇനി ചോദ്യം എന്താണ്? അവരുടെ ഫേസ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, എക്സുമായി നോക്കുമ്പോൾ അവരുടെ ഡയറക്ഷൻ എന്താണെന്നാണ് ചോദ്യം. എക്സുമായി ഡയറക്റ്റ് നോക്കുമ്പോൾ റാണി ഈസ് ഫേസിങ് ഏതായിരിക്കും? റാണി ഈസ്റ്റിലേക്കാണ് ഫേസ് ചെയ്യുന്നത്. കാരണം റാണിയുടെ ഡയറക്ഷൻ നമുക്ക് കാണാൻ പറ്റും. റാണി ഇങ്ങോട്ടാണ് നോക്കുന്നത്, എക്സ് ആണ്, ഈസ്റ്റ് ആണ്. അപ്പോൾ ആദ്യത്തെ ആളുടേത് റാണി ഈസ്റ്റ് ആണ്. ഇനി ഇയാളുടേത് സരിത നേരെ താഴോട്ടാണ്, സൗത്തിലേക്കാണ് നോക്കുന്നത്. ഈസ്റ്റ് ആൻഡ് സൗത്ത് ആയിരിക്കും ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഈസ്റ്റ് ആൻഡ് സൗത്ത് ആയിരിക്കും ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ സെൻസ് ഓഫ് ഡയറക്ഷന്റെ ആദ്യത്തെ പാർട്ട് ഇതോടുകൂടെ എൻഡ് ചെയ്യാണ്. കൂടുതൽ ഹൈ ലെവൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പാർട്ട് 2 നോക്കുന്നതായിരിക്കും. അതുപോലെ ഷാഡോ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും പാർട്ട് 2 ഉണ്ടാവും. അതുപോലെ ക്ലോക്ക് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ക്ലോക്കിന്റെ ഡയറക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും പാർട്ട് 2 ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു. ഈ ഒരു സെഷൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്.